भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ പഞ്ചവിംശതിതമോऽധ്യായ. ശ്രീഭഗവാനുവാച ഗുണാനാമസമിശ്രാണാം പുമാൻ യേന യഥാ ഭവേൽ തന്മേ പുരുഷവൈര്യേതമുപധാരയ ശംസത. ശമോദമസ്ഥിതിക്ഷേക്ഷ തപസ്സത്യം ദയാസ്മൃതി തുഷ്ടിസ്ത്യാഗോ സ്പൃഹാ ശ്രദ്ധ ഹ്രീർദയാദി സ്വനിർവൃതി. കാമ ഈഹാമതസ്തൃഷ്ണ സ്തംഭ ആശീഭിദാ സുഖം മദോത്സാഹോ യശപ്രീതിർ ഹാസ്യം വീര്യം ബലോദ്യമ. ക്രോധോ ലോഭോ നൃതം ഹിംസ യാജ്ഞാദംഭ ക്ലമേകലി. ശോകമോഹോ വിഷാദാർത്തി നിദ്രാശാഭീരനുദ്യമ. സത്വസ്യ രജസശ്ചൈതാസ്തമസശ്ചാനുപൂർവശാ വൃത്തയോ വർണ്ണിതപ്രായാ സന്നിപാതമധോ ശൃണു. സന്നിപാതസ്ത്വഹമിതി മമേത്യുദ്ധവയാമതി. വ്യവഹാരസന്നിപാതോ മനോമാത്രേന്ദ്രിയാസുഭി. ധർമ്മേ ചാർത്ഥേ ച കാമേ ച യദാസൗ പരിനിഷ്ഠിത. ഗുണാനാം സന്നികർഷോയം ശ്രദ്ധാരതിധനാവഹ. പ്രവൃത്തിലക്ഷണേ നിഷ്ഠ പുമാൻ യർഹി ഗൃഹാശ്രമേ. സ്വധർമ്മേ ചാനുതിഷ്ഠേത ഗുണാനാം സമിതിർഹി സാ. പുരുഷം സത്വസംയുക്തമനുമീയാക്ഷമാദിഭിः കാമാദിഭിः രജോയുക്തം ക്രോധാദ്യൈസ്തമസായുതം. യദാ ഭജതി മാം ഭക്ത്യാ നിരപേക്ഷസ്വകർമ്മഭിः തം സത്വപ്രകൃതിം വിദ്യാൽ പുരുഷം സ്ത്രിയമേവ വാ. യദാ ആശിഷ ആശാസ്യ മാം ഭജേത സ്വകർമ്മഭിः തം രജപ്രകൃതിം വിദ്യാദ് ഹിംസാമാശാസ്യ താമസം. സത്വം രജസ്തമ ഇതി ഗുണാ ജീവസ്യ നൈവ മേ. ചിത്തജാ യൈസ്തു ഭൂതാനാം സജ്ജമാനോ നിബധ്യത്തെ. യദേതരൗ ജയേൽ സത്വം ഭാസ്വരം വിശദം ശിവം
തദാ സുഖേന യുജ്യേത ധർമ്മജ്ഞാനാദിഭിഃ പുമാൻ. യദാ ജയേത്തമസത്വം രജസ്സംഗംഭിതാ ബലം തദാ ദുഃഖേന യുജ്യേത കർമ്മണാ യശസാ ശ്രിയാ. യദാ ജയേൽ രജസത്വം തമോ മൂഢം ലയം ജഡം യുജ്യേത ശോകമോഹാഭ്യാം നിദ്രയാ ഹിംസയാശയാ. യദാ ചിത്തം പ്രസീദേത ഇന്ദ്രിയാണാം ച നിർവൃതി ദേഹേ ഭയം മനോസംഗം തത്സത്വം വിദ്ധി മത്പദം. വികുർവൻ ക്രിയയാ ചാധീരനിവൃത്തിശ്ച ചേതസാം ഗാത്രാസ്വാസ്ഥ്യം മനോഭ്രാന്തം രജ ഏതൈർനിശാമയ. സീതച്ചിത്തം വിലീയേത ചേതസോ ഗ്രഹണേ ക്ഷമം മനോ നഷ്ടം തമോ ഗ്ലാനിസ്തമസ്തദുപധാരയ. ഏധമാനേ ഗുണേ സത്വേ ദേവാനാം ബലമേധത്തെ അസുരാണാം ച രജസി തമസ്യുദ്ധവ രക്ഷസാം. സത്വാജാഗരണം വിദ്യാൽ രജസാ സ്വപ്നമാദിശേൽ പ്രസ്വാപം തമസാ ജന്തോസ്തുരീയം ത്രിഷു സന്തതം. ഉപര്യുപരി ഗച്ഛന്തി സത്വേന ബ്രാഹ്മണാ ജനാ തമസാധാബ്ധ ആമുഖ്യാൽ രജസാന്തരചാരിണ. സത്വേ പ്രലീനാ സ്വർയാന്തി നരലോകം രജോലയാ തമോലയാസ്തു നിരയം യാന്തി മാമേവ നിർഗുണാഃ. മദർപ്പണം നിഷ്ഫലം വാ സാത്വികം നിജകർമ്മതൽ രാജസം ഫലസങ്കൽപ്പം ഹിംസാപ്രായാതി താമസം. കൈവല്യം സാത്വികം ജ്ഞാനം രജോ വൈകൽപ്പികം ചയത് പ്രാകൃതം താമസം ജ്ഞാനം മന്നിഷ്ഠം നിർഗുണം സ്മൃതം. വനം തു സാത്വികോ വാസോ ഗ്രാമോ രാജസ ഉച്യത്തെ താമസം ദ്യൂതസദനം മന്നികേതം തു നിർഗുണം. സാത്വികകാരകോ സംഗീ രാഗാന്ധോ രാജസസ്മൃത താമസസ്മൃതി വിഭ്രഷ്ടോ നിർഗുണോ മദപാശ്രയ. സാത്വികാധ്യാത്മികീ ശ്രദ്ധ കർമ്മശ്രദ്ധാ തു രാജസി താമസ്യ ധർമ്മേയാ ശ്രദ്ധ മത്സേവായാം തു നിർഗുണ. പഥ്യം പൂതമനായാസ്തമാഹാര്യം സാത്വികം സ്മൃതം രാജസം ചേന്ദ്രിയപ്രേഷ്ഠം താമസം ചാർത്തിദാശുചി. സാത്വികം സുഖമാത്മോദ്ധം വിഷയോദ്ധം തു രാജസം താമസം മോഹദൈന്യോദ്ധം നിർഗുണം മദപാശ്രയം. ദ്രവ്യം ദേശം ഫലം കാലോ ജ്ഞാനം കർമ്മ ച കാരക ശ്രദ്ധാവസ്ഥാകൃതിർനിഷ്ഠ ത്രൈഗുണ്യ സർവ ഏവ ഹി. സർവേ ഗുണമയാ ഭാവ പുരുഷാവ്യക്തധിഷ്ഠിത ദൃഷ്ടം ശ്രുതമനുധ്യാതം ബുദ്ധ്യാ വാ പുരുഷർഷഭ. ഏതാസംസൃതയ പുംസോ ഗുണകർമ്മനിബന്ധനാ യേനേ മേ നിർജിതാ സൗമ്യ ഗുണാ ജീവേന ചിത്തജാം. ഭക്തിയോഗേന മന്നിഷ്ഠോ മദ്ഭാവായ പ്രപദ്യത്തെ തസ്മാൽ ദേഹമിമം ലബ്ധ്വാ ജ്ഞാനവിജ്ഞാനസംഭവം. ഗുണസംഗം വിനിർധൂയ മാം ഭജന്തു വിചക്ഷണ നിസ്സംഗോ മാം ഭജേദ്വിദ്വാനപ്രമത്തോ ജിതേന്ദ്രിയ. രജസ്തമശ്ചാഭിജയേൽ സത്വസംസേവയാ മുനി സത്വം ചാഭിജയേൽ യുക്തോ നൈരപേക്ഷ്യേണ
ശാന്തധീ സമ്പദ്യത്തെ ഗുണൈർമുക്തോ ജീവോ ജീവം വിഹായ മാം ജീവോ ജീവവിനിർമുക്തോ ഗുണൈശ്ചാശയസംഭവൈ മയ്യൈവ ബ്രഹ്മണാ പൂർണ്ണോ ന ബഹിർനാന്തരശ്ചരേൽ. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഗുണവൃത്തിനിരൂപണം നാമ പഞ്ചവിംശതിതമോऽധ്യായ. ഹരേ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 864 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭഗവത് കാരുണ്യം അനസ്യൂതമായി നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏകാദശസ്കന്ധം ഭഗവതുദ്ധവ സംവാദം, അതിൽ 25-ാമത്തെ അധ്യായം, അതാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 25-ാമത്തെ അധ്യായത്തിൽ 36 ശ്ലോകങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു. അതിലാദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഭഗവാന്റെ വാക്കുകളിലൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു, പറഞ്ഞു. ഗുണാനാമ സമിശ്രാണാം പുമാന്യേന യഥാഭവേൽ തന്മേ പുരുഷവര്യേതമുപധാരയ ശംസത. ഭഗവാൻ പറയാണ്, ഹേ പുരുഷവര്യ, ശ്രേഷ്ഠ, പുരുഷശ്രേഷ്ഠ, അസമിശ്രാണാം ഗുണാനാം, കലർപ്പില്ലാത്ത ഗുണങ്ങളുടെ മധ്യത്തിൽ, യേന പുമാൻ യഥാഭവേൽ, ഏതൊരു ഗുണം കൊണ്ട് പുരുഷൻ ഏതുവിധമായി ഭവിക്കുന്നുവോ, തത് ഇതം, ആ ഇതിനെ, ശംസത വിവരിക്കുന്ന, മേ എന്നിൽ നിന്ന്, ഉപധാരയ ധരിച്ചാലും. പ്രകൃതി ഇന്നത്, പുരുഷൻ ഇന്നത്, ഇങ്ങനെ വിഭാഗം നന്നായി അറിഞ്ഞ ആളുകൾ, അവർ പോലും സത്വാദി ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൃത്തികളെ നല്ല പോലെ കഷ്ടപ്പെട്ട് ജയിച്ചില്ലെങ്കിൽ സുഖദുഃഖ ഭ്രമത്തിൽ നിന്ന് മോചിതരാവില്ല. അതുകൊണ്ട് ഗുണങ്ങളെ ജയിക്കേണ്ടതിന് ഗുണങ്ങളുടെ സ്വരൂപങ്ങളും അതുകൊണ്ട് പുരുഷനുണ്ടാകുന്ന വൃത്തിഭേദങ്ങളും ഞാൻ ഉദ്ധവ, ഹേ പുരുഷശ്രേഷ്ഠ, ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. മറ്റ് ഒന്നിനോടും ചേരാതെ തനിയേ ഇരിക്കുന്ന ഗുണങ്ങളുടെ സംബന്ധം കൊണ്ട് പുരുഷൻ ഏതു വിധത്തിലായിരിക്കും എന്ന് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. നല്ല പോലെ കേട്ട് അത് വേണ്ടതുപോലെ ധരിച്ചോളൂ. പറഞ്ഞു. ശമോദമ തിദിക്ഷേക്ഷ തപസത്യം ദയാസ്മൃതി തുഷ്ടിസ്ത്യാഗോ സ്പൃഹാ ശ്രദ്ധ ഹ്രീർ ദയാദി സ്വനിർവൃത്തി. ശമഃ അന്തരീന്ദ്രിയ ജയത്തെയാണ് ശമം എന്ന് പറയുന്നത്. ദമം ബാഹ്യേന്ദ്രിയ ജയം. തിദിക്ഷ സഹനശീലം. ഈക്ഷ തത്വാലോചന. തപഃ അവനവൻ്റെ ധർമ്മത്തെ തെറ്റിക്കാതെ ജീവിക്കുക, അത് തന്നെയാണ് തപസ്. സത്യം യഥാർത്ഥമായിട്ടുള്ള വാക്ക്.
ദയ കരുണ, സ്മൃതി ഓർമ്മ, തുഷ്ടി സന്തോഷം, ത്യാഗ ചിലവിടുന്നതിലുള്ള താല്പര്യം, ത്യജിക്കാനുള്ള താല്പര്യം, അസ്പൃഹ വിഷയവൈരാഗ്യം, ശ്രദ്ധ ഗുരുശാസ്ത്രവാക്യാദികളിൽ ആദരവ് ശ്രദ്ധ, ഹ്രീ എന്ന് പറഞ്ഞ ലജ്ജ, ദയാദി ദാനശീലം തുടങ്ങിയത് ഇതൊക്കെ സ്വനിർവൃതി ആത്മാവിൽ സന്തോഷം ആണ്. ഇപ്പൊ സത്വഗുണത്തിൽ നിന്ന് കിട്ടുന്ന ഗുണവൃത്തികൾ അതാണ് ആദ്യം പറയണത്. അപ്പൊ അതില് മനോനിഗ്രഹം, അതേപോലെ തന്നെ വാക്ക് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളുടെ ജയം, സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണാൻ സാധിക്കുക, രണ്ടിനെയും ഒരുപോലെ സഹിക്കൽ, അതാണ് തിതിക്ഷ. പിന്നെ നാശമില്ലാത്ത വസ്തുവിനെക്കുറിച്ച്, ആ നിത്യ ചൈതന്യത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത, തത്വാലോചന, അതാണ് ഈക്ഷ. തൻ്റെ ധർമ്മത്തിൽ നിന്ന് തെറ്റാതിരിക്കണമെന്ന് ഉറപ്പായ വിചാരം, അതോടുകൂടിയുള്ള തപസ്, കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ആ വിചാരം, കിട്ടുന്നത് കൊണ്ട് സന്തോഷം, തൻ്റെ കയ്യിലുള്ള ധനം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ ഒരു വിഷമവുമില്ലാതിരിക്കുക, ത്യാഗം, അസ്പൃഹ വിഷയവൈരാഗ്യം, നശ്വരങ്ങളാണ് വിഷയങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആശയില്ലാതിരിക്കുന്ന ശീലത്തെ അവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അസ്പൃഹ എന്ന് പറഞ്ഞു. ശ്രദ്ധ, ഗുരുനാഥനും അതേപോലെ ശാസ്ത്രവും പറയുന്ന വാക്കുകളിൽ, മാതാപിതാക്കളുടെ വാക്കുകളിലൊക്കെ ആദരവുണ്ടാവുക, ഇതിന് ശ്രദ്ധ. പിന്നെ അനുചിതമായിട്ടുള്ള കാര്യങ്ങളിൽ ലജ്ജയുണ്ടാവുക, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു നാണം ഉണ്ടാവണം. എന്ത് ചെയ്യാനും നാണമില്ലാത്തവന് എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. അനുചിതമായിട്ടുള്ള, ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വല്ലാത്ത ഒരു നാണം ഉണ്ടാവണം. യഥാശക്തി ദാനം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവണം, ദാനശീലം. ആത്മസന്തോഷം, ആത്മാവിൽ സ്വനിർവൃതി എന്നാണ്, ആത്മാവിൽ സന്തോഷം. ഇങ്ങനെയുള്ള സദ്വൃത്തികൾ സത്വഗുണത്തിൽ നിന്ന് ജനിച്ച മനുഷ്യർക്കുണ്ടാവും. സത്വഗുണം അധികരിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്ക്, സ്വഭാവങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അടുത്തതായിട്ട് രജോ ഗുണത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക? കാമ, ഈഹ, മതസ്തൃഷ്ണ, സ്തംഭ, ആശീർഭിദാ സുഖം, മതോത്സാഹോ, യശപ്രീതിർ, ഹാസ്യം, വീര്യം, ബലോദ്യമ. കാമഹ ആശ, ആഗ്രഹങ്ങൾ. ഈഹ എന്ന് പറഞ്ഞ പ്രവൃത്തി. മദഹ മദം, ദർപ്പം, അഹങ്കാരം. തൃഷ്ണ അതൃപ്തി. സ്തംഭ ഗർവം. ആശി പ്രാർത്ഥന. ഭിദ ഭേദബുദ്ധി. സുഖം വിഷയഭോഗം. മതോത്സാഹ യുദ്ധത്തിലുള്ള താല്പര്യം. യശപ്രീതി സ്തുതിയൊക്കെ കേൾക്കാനുള്ള ഇഷ്ടം. ഹാസ്യം മറ്റുള്ളവരെയൊക്കെ പരിഹസിക്കുന്ന ശീലം. വീര്യം അവനവൻ്റെ വൈഭവം കാണിക്കല്. ബലോദ്യമഹ ശക്തി പ്രകടനം. രജോ ഗുണത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. വിഷയസുഖം വർദ്ധിച്ചു വരണം എപ്പോഴും എന്നുള്ള ആഗ്രഹം. ആശാഹി പരമം ദുഃഖം എന്ന് പിങ്കള പറയുന്നത് ഇവിടെ സ്മരണീയം. പിന്നെ ഇതിനനുസരിച്ചുള്ള, ഈ ആഗ്രഹത്തിനനുസരിച്ചുള്ള വലിയ പ്രവൃത്തി. ധനാദികളുടെ ലാഭത്തിൽ വലിയ ദർപ്പം, അഹങ്കാരം. ഇനിയും ഉണ്ടാകണം എന്നുള്ള അത്യാശ, തൃഷ്ണ. ആശയുടെ സാധ്യത്തെ അനുസരിച്ച് അന്യരോട് യുദ്ധം ചെയ്ത് അവരുടെ കൂടി സുഖസാധനങ്ങൾ തനിക്ക് സമ്പാദിക്കാനുള്ള യുദ്ധാദികളിലുള്ള താല്പര്യം. തൻ്റെ കീർത്തിയെ പ്രശംസിക്കുന്ന ആളുകളോട് വലിയ സ്നേഹം, പ്രീതി. മറ്റുള്ളവരെക്കുറിച്ച് പരിഹാസം. തൻ്റെ ശക്തി പ്രകാശിപ്പിക്കാനുള്ള പരിശ്രമം. ഇതൊക്കെ രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഈ രജോ ഗുണം വർദ്ധിച്ച ആളുകളിൽ ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ അധികരിച്ച് കാണും, അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് കാണും. അടുത്തത് ഇനി എന്താ? തമോ ഗുണം. തമോ ഗുണത്തിൽ നിന്ന് ക്രോധോ, ലോഭോ, അനൃതം, ഹിംസ, യാജ്ഞ, ദംഭ, ക്ലമ, കലി, ശോകമോഹോ, വിഷാദാർത്തി, നിദ്രാശാഭീരനുദ്യമ. ക്രോധ സഹിക്കായ്മ. ലോഭ ചിലവ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥ.
അനൃതം കളവ് പറയല്, ഹിംസ അന്യരെ ഉപദ്രവിക്കല്, യാജ്ഞ പ്രാർത്ഥന, ദംഭ മോടി കാണിക്കല്, ക്ലമഹ വല്ലാത്തൊരു ക്ഷീണം വാട്ടം, കലി കലഹം, ശോകമോഹവും അനുശോചനവും ഭ്രമവും, വിഷാദാർത്തി ദുഃഖവും ദൈന്യവും, നിദ്ര മടി, ആശ ആഗ്രഹം, ഭീ പേടി, അനുദ്യമഹ പ്രവർത്തിക്കാതിരിക്കുക. ഇതൊക്കെ തമോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നത്. മനസ്സിൽ തോന്നുന്നതിന് അന്യർ വിരോധം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ സഹിക്കില്ലാതെ ആ അസഹനീയമായ അവസ്ഥ, അതാണ് ക്രോധം എന്ന് പറഞ്ഞത്. അന്യനു വേണ്ടി തൻ്റെ മുതൽ ചെലവിടുകയില്ല എന്ന ലോഭം, പിശുക്ക്. പിന്നെ ശാസ്ത്രത്തിൽ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അന്യരെ കഴിയും പോലെ ദ്രോഹിക്കുക, അന്യരിലുള്ളത് തനിക്ക് കിട്ടണം എന്ന് അവരുടെ അടുത്ത് ഒരു നാണവുമില്ലാതെ പോയി യാചിക്കുക, താൻ ധർമ്മം ചെയ്യുന്നവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്യുക, ആലസ്യം, എല്ലാത്തിലും ഷണ്ഠ, വല്ലതും ഇഷ്ടമില്ലാത്ത സംഭവം ഉണ്ടായാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും വിഷമം, കാര്യങ്ങൾ ശരിയായി ധരിക്കാതെ ചെയ്യുക, ഇന്നിന്ന ഗുണങ്ങൾ എനിക്കുണ്ടായി വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുക, എന്തു ചെയ്യാൻ പുറപ്പെട്ടാലും പേടി, അതുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ ഒരാളിൽ കാണും എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ ആദ്യത്തെ 4 ശ്ലോകങ്ങളോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 5-ാമത്തെ ശ്ലോകം മുതൽ സത്വരജസ്തമസിൻ്റെ ആ പ്രത്യേക ശക്തികളും അതിൻ്റെ ബാഹ്യലക്ഷണങ്ങളും പറഞ്ഞു. ഇനി ആ ഗുണങ്ങൾ തനിയെ നിൽക്കാതെ മറ്റൊന്നിനോട് ചേർന്ന് വരുമ്പോഴാകുന്ന വൃത്തിഭേദങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ഭഗവാൻ 5-ാമത്തെ ശ്ലോകത്തിൽ. 5-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു
കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.